ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനയോടുകൂടി ഒരു വാർത്ത ഞാനും കേട്ടിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്ത ദിവസം അടിമാലിയിൽ ഒരച്ഛനും അമ്മയും ഏക മകൻ ലഹരിക്ക് അടിമപ്പെട്ടതിൻ്റെ വേദനയിൽ കാറിനകത്ത് വെന്തു മരിച്ചൊരു വാർത്ത നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. എന്താണ് ആ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്കെല്ലാം തോന്നിപ്പോയത്? സത്യത്തിൽ ഏറെ പ്രതീക്ഷയോടെ ആ കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ടവൻ ലഹരിക്ക് അടിമപ്പെട്ട് ബന്ധങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയതിൻ്റെ വേദനയല്ലേ ആ അച്ഛനും അമ്മയും തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട്, തങ്ങളുടെ മരണം കൊണ്ട് ഉദ്ദേശിച്ചത്? കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപമെടുത്ത അന്ന് മുതൽ ആ അമ്മ കണ്ട സ്വപ്നങ്ങൾ, അതിനെ താലോലിച്ച് 10 മാസം സ്വന്തം ഉദരത്തിൽ ചുമന്ന് അതിന് പുറത്തു വരുന്നവരെ ആ അമ്മ കാണുന്ന ഓരോ സ്വപ്നങ്ങളും, ആ അച്ഛൻ നെയ്തുകൂട്ടുന്ന ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ വ്യാപ്തിയും അവരന്നു മുതൽ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ്. അവൻ ജനിച്ച അന്ന് മുതൽ അവൻ്റെ ഓരോ ചുവടുകളും സസൂക്ഷ്മം വീക്ഷിച്ച് അവനൊന്ന് തെന്നി വീഴുന്നത് പോലും സഹിക്കാൻ പറ്റാതെ ആ കുഞ്ഞിൻ്റെ ഒപ്പം ഓടി നടന്നവരല്ലേ ഈ 2 പേരും. തങ്ങളുടെ എല്ലാം അതുപോലെ തന്നെ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ആ മകനെ പഠിപ്പിച്ച് നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച അച്ഛനും അമ്മയുമാണ്. അവൻ്റെ ഓരോ പടവുകൾ മുന്നോട്ട് കയറുമ്പോഴും തൻ്റെ മകൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട രീതികളിലൂടെ ആ അച്ഛനും അമ്മയും യഥാസമയം സഞ്ചരിച്ചിട്ടുണ്ടാവാം. എന്നിട്ടും നമുക്ക് ചുറ്റുമുള്ള ലഹരി എന്ന കെണിയിൽ ആ മകൻ അകപ്പെടുകയും ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിക്കുകയും ചെയ്തപ്പോൾ ആ മാതാപിതാക്കൾക്ക് ഇതല്ലാതെ വേറൊരു മാർഗമില്ല തങ്ങളുടെ മുന്നിൽ നിന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല. മകനെ, നിന്നെ വളർത്തിയതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം കൊണ്ട് അവർ നിനക്ക് വേണ്ടി തീരെ എഴുതി തന്നിരിക്കുകയാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന ലഹരി എന്ന അടിമയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാനെന്നാണ് ഒരമ്മയായി ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ സമൂഹത്തിൽ ലഹരി കാർന്നു തിന്നുന്ന ഒരു അന്തരീക്ഷം നമ്മളുടെ മക്കളെല്ലാം ചതിക്കുഴിയിൽ വീണ് നാളെ ഇതുപോലൊരു അച്ഛനോ അമ്മയുമായി മാറേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിപ്പെടുമോ എന്നുള്ളൊരു വേദനയും വേവലാതിയും ഇന്ന് എല്ലാ അച്ഛനും അമ്മൻ്റെയും മനസ്സിലുണ്ട് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ചുറ്റുമുള്ള ലഹരി എന്ന ആ ലഹരിക്ക് ഇടം കൊടുക്കാതെ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്വന്തം കുടുംബത്തെയും സ്നേഹിക്കുന്നത് ഒരു ലഹരിയാക്കി മാറ്റുവാൻ നമ്മളുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു.